ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഏറ്റവും വിലയുള്ളത്, ഏറ്റവും ഔഷധ മൂല്യമുള്ളതുമായ ഒരു തേനാണ് ചെറുതേൻ. അപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊക്കെ ഇതിൻ്റെ കോളനിയിൽ കാണും. നമുക്കത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കെണിക്കൂട് വെച്ച് പിടിച്ച് നമുക്ക് പുതിയൊരു തേനീച്ച കോളനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. വളരെ സിമ്പിളാണിത്. അപ്പോൾ ഇതിന് ഇതേ കണക്കൊരു ആദ്യം ഒരു തേനീച്ച പെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പഴയ കലമൊക്കെ അതൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ തേനീച്ച പെട്ടി തന്നെയാണ് ഇതിനെ കയറ്റുന്നത്. പിന്നീട് വേണ്ട കുറച്ച് പൈപ്പൊക്കെ ഒട്ടിക്കാനായിട്ട് എംസിയിലും, പിന്നെ ഇതേ കണക്കത്തെ ഒരു ട്യൂബുമാണ്. ഈ ട്യൂബ് കൂടെയാണ് നമുക്ക് കെണിക്കൂട് വെക്കേണ്ടത്. ഇത് ഇതേ കണക്ക് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം എംസിയിൽ വെച്ച് നല്ല രീതിയിൽ ഉറപ്പിച്ചെടുക്കണം. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ആദ്യം ഹോളുകളുണ്ടത്. ആദ്യം ഇത് നമുക്ക് തേനീച്ചക്കൂട്ടിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാനുള്ളൊരു ഹോളാണ്. പിന്നീട് ഒരു ഹോൾ ഇടുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിലായിട്ടാണ് തേനീച്ചകൾ വെളിയിൽ പോയി തേനെടുത്തുകൊണ്ട് വരേണ്ട ഒരു ചെയ്യേണ്ടത്. പിന്നീട് ഇതിനൊക്കെ കോളനിയുടെ ആ എൻട്രൻസിലൊരു പശ കണക്കൊരു സാധനമാണ്. ഇത് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. ഇത് നമുക്ക് തേനീച്ചയുടെ കെണിക്കൂടിൽ വെക്കേണ്ട ഒരു സാധനമാണ്. എപ്പോഴും തേനീച്ച കെണിക്കൂടൊക്കെ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈച്ചകളെല്ലാം കൂടെ ഇളകി നമ്മളെ ഇത് ശല്യം ചെയ്യുന്ന നല്ല രീതിയിൽ ഇതാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കൊടുത്ത ട്യൂബ് അതിൻ്റെ എൻട്രൻസിലോട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് കൊണ്ട് ഇതിനൊക്കെ തേനീച്ച കൂടി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആ കൂട്ടിലൂടെ കയറിപ്പോന്നെ. ഇനിയിപ്പോൾ തേനീച്ചയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ് എൻ്റെ കൂട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ വെച്ച കെണിക്കൂടിൻ്റെ അകത്തൂടെ കയറി ഈ ഓസി കൂടെ മാത്രമേ പഴയ കോളനിയൊക്കെ അത് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഏകദേശം ഒരു 6-8 മാസം പൊയ്ക്കൊണ്ടിരുന്നതിന് ശേഷം പിന്നീട് ഇത് നമ്മുടെ ഈ കൂട്ടിലോട്ട് റാണി ഇറങ്ങി വരികയും അതിൽ മുട്ടയിട്ട് നമുക്ക് പുതിയൊരു തേനീച്ചപ്പെട്ടി കിട്ടുകയും ചെയ്യും. പിന്നീട് നമുക്കിത് ആവശ്യമുള്ള സ്ഥലത്തോട്ട് എടുത്ത് മാറ്റി ഉപയോഗിക്കണം. നിങ്ങൾക്കിപ്പോൾ കാണാം തേനീച്ചയൊക്കെ ഇത് കയറി ഇറങ്ങുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 6-8 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുട്ടയും തേനൊക്കെ ആവും. പിന്നീട് നമുക്കിത് പിരിച്ച് മാറ്റി വയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.